നമസ്കാരം, ഈടി മലയാളത്തിലേക്ക് സ്വാഗതം. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ജോലി വിട്ടു ഇനി കയ്യിൽ കാശില്ല, PF അക്കൗണ്ടിലുള്ള ആ പണം അങ്ങ് എടുത്താലോ എന്ന്. പെട്ടെന്നുള്ള ഒരു ആശ്വാസത്തിന് ഇത് നല്ലതാണെന്ന് തോന്നാം. പക്ഷേ 2026 പുതിയ നിയമങ്ങളും മാറുന്ന സാമ്പത്തിക സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ തീരുമാനം നിങ്ങളുടെ ഭാവി തകർക്കുമോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജോലി രാജിവെച്ച ശേഷം PF പണം പിൻവലിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട 5 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യത്തെ കാര്യം പുതിയ 75-25 റൂളാണ്. ഇപ്പോൾ 2026 നിൽക്കുമ്പോൾ നിയമങ്ങൾ കുറെ കൂടി ലളിതമാണ്. നിങ്ങൾ ജോലി രാജിവെച്ച് 1 മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ PF ബാലൻസിന്റെ 75% വരെ പിൻവലിക്കാം. ബാക്കി 25% എടുക്കണമെങ്കിൽ 2 മാസം പൂർത്തിയാക്കണം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഈ 25% അക്കൗണ്ടിൽ തന്നെ നിർത്തിയാൽ നിങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കാൻ അത് സഹായിക്കും. മുഴുവൻ തുകയും എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻഷൻ സർവീസ് അവിടെ അവസാനിക്കും. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം കോമ്പൗണ്ടിംഗ് പവർ ആണ്. PF എന്ന് പറയുന്നത് വെറും ഒരു സേവിങ്സ് അക്കൗണ്ട് അല്ല. നിലവിൽ 8.25% പലിശ നിരക്ക്. ബാങ്ക് FDയേക്കാളൊക്കെ എത്രയോ ലാഭമാണിത്. നിങ്ങൾ ഇന്ന് പിൻവലിക്കുന്ന 1 ലക്ഷം രൂപ ഒരു 20 വർഷം കഴിഞ്ഞ് വിരമിക്കുമ്പോൾ 5-6 ലക്ഷമായി മാറേണ്ട തുകയാണ്. അതായത് ഇന്ന് നിങ്ങൾ 1 ലക്ഷം എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭാവിയിലെ 5 ലക്ഷമാണ് വേണ്ടെന്ന് വെക്കുന്നത്. മൂന്നാമതായി ടാക്സ് അല്ലെങ്കിൽ നികുതിയുടെ കാര്യം പറയാം. നിങ്ങൾ 5 വർഷം തികയ്ക്കുന്നതിന് മുൻപാണ് പണം പിൻവലിക്കുന്നതെങ്കിൽ ആ തുകയ്ക്ക് ടാക്സ് നൽകേണ്ടി വരും. പാൻ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10% TDS പിടിക്കും. പാൻ കാർഡ് ഇല്ലെങ്കിൽ അത് 30% മുകളിലാകും. എന്നാൽ 5 വർഷം തുടർച്ചയായി ജോലി ചെയ്ത ശേഷമാണ് പണം മാറ്റുന്നതെങ്കിൽ അത് പൂർണ്ണമായി ടാക്സ് ഫ്രീ ആണ്. അതുകൊണ്ട് ജോലി മാറുമ്പോൾ പണം പിൻവലിക്കാതെ പുതിയ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ബുദ്ധി. നാലാമത്തെ കാര്യം ഇൻഷുറൻസ് പരിരക്ഷയാണ്. നിങ്ങളൊരു PF വരിക്കാരനായി തുടരുന്നിടത്തോളം കാലം നിങ്ങൾക്ക് EDLI എന്ന ഇൻഷുറൻസ് സ്കീമിന്റെ ഗുണവും ലഭിക്കും. പണം മുഴുവൻ പിൻവലിക്കുന്നതോടെ ഈ സുരക്ഷയും ഇല്ലാതാകും. അവസാനമായി പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ജോലി ഇല്ലാതെ ഇരുന്നാൽ പലിശ കിട്ടില്ല എന്ന്. അത് തെറ്റാണ്. നിങ്ങൾ ജോലി രാജിവെച്ചാലും നിങ്ങളുടെ 58 വയസ്സ് വരെ ആ പണത്തിന് പലിശ കിട്ടിക്കൊണ്ടിരിക്കും. പഴയ പോലെ 3 വർഷം കഴിഞ്ഞാൽ പലിശ നിൽക്കില്ല. അതുകൊണ്ട് അടിയന്തരമായി പണം ആവശ്യമില്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കുന്നതാണ് ഏറ്റവും നല്ല നിക്ഷേപം. ചുരുക്കത്തിൽ പറഞ്ഞാൽ വലിയൊരു അത്യാവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ PF പണം തൊടാതിരിക്കുക. അത് നിങ്ങളുടെ വാർദ്ധക്യത്തിലേക്കുള്ള കരുതൽ ധനമാണ്. പണം വേണമെന്നുണ്ടെങ്കിൽ ഭാഗികമായി പിൻവലിക്കാനുള്ള സൗകര്യം ഇപ്പോൾ 2026 വളരെ എളുപ്പമാണ്. വീട് പണി, വിവാഹം, ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾക്ക് മാത്രം അത് ഉപയോഗിക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കായി ET മലയാളം ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപങ്ങളും പിൻവലിക്കലുകളും സ്വന്തം ഉത്തരവാദിത്തത്തിലും സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്ത ശേഷം മാത്രം തീരുമാനിക്കുക. നന്ദി.